ശരിക്കും പറഞ്ഞാൽ ഒരു ഓണത്തിൻ്റെ പ്രോഗ്രാം എന്നുള്ള രീതിയിലായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. ഉത്രാടം തിരുവോണം നമ്മൾ ഔട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ വിചാരിച്ചിരുന്നത്. ഒരു കൗണ്ടർ എന്ന രീതിയിൽ ആണ് പരിപാടി ചാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും ആ രീതിയിൽ തന്നെയാണ് ആ പരിപാടിയെ സമീപിച്ചിരുന്നത്. അതേസമയം അവിടെ ചെന്നപ്പോൾ കുറച്ച് മിമിക്രിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ മിമിക്രിക്കാരുമായിട്ടുള്ള മുൻകാല പല പരിപാടികളും അവർ ഭയങ്കരമായിട്ട് ഞങ്ങൾ എവിടെ എത്തുന്നില്ല, ഇദ്ദേഹം എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രവേഴ്സി മുമ്പുള്ളതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മിമിക്രിക്കാരുണ്ടെങ്കിൽ പോകണ്ടെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫ്ലോറിൽ എത്തിയതിന് ശേഷമാണ് ഈ മിമിക്രിക്കാരാണ് എൻ്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഒരു 50ഓളം മിമിക്രിക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിൽ പല ആളുകളും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് പേരാണ് ശരിക്കും ഒരു വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് വിമർശിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. പൊതുവിൽ പറഞ്ഞു വന്നിരുന്ന 2-3 കാര്യങ്ങൾ, അവർ 30 വർഷമായി ഫീൽഡിലുണ്ടെന്നും അവരെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇതിലൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ പല സൂപ്പർ താരങ്ങളെ അനുകരിച്ചു, സന്തോഷ് പണ്ഡിറ്റിനെ അനുകരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അവരുടെ ചോദ്യത്തിന് അതിൻ്റെ ഉത്തരവുണ്ട്. അനുകരിച്ചു എന്ന് പറയുമ്പോൾ അവരെയല്ല ആളുകൾ ഓർക്കുന്നത്. യഥാർത്ഥത്തിൽ അവരാരെ അനുകരിച്ചു അവരെയാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പുറത്തിറങ്ങുമ്പോൾ അവരെ ആരും ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യം, എൻ്റെ സിനിമയിൽ 8ഓളം നായികമാർ വരുന്നുണ്ട്, പെൺകുട്ടികളെല്ലാം എൻ്റെ സിനിമയിൽ വരാൻ ഭയങ്കരമായിട്ട് താല്പര്യം എടുക്കുന്നു, അവർക്കാണെങ്കിൽ കേരളം മുഴുവൻ തപ്പിയിട്ടും ഒരു പെൺകുട്ടിയെയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഈ വിഷയത്തേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആരോടും, ഞാൻ 2011 വന്നത്. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ പെൺകുട്ടികളോട് നിങ്ങളാരും മിമിക്രിക്കാരുടെ കൂടെ പോരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരിപ്പോൾ ആണിനെ പെണ്ണാക്കി മിമിക്രി കളിക്കുന്നു, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു തരം അസൂയയാണ്. മാത്രമല്ല പലരും 30 വർഷത്തിന് മുമ്പൊക്കെ ഞങ്ങൾ മിമിക്രി കളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇവർ മിമിക്രി തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും. ഓക്കെ, അന്നും ഇവർ ആണിനെ പെണ്ണാക്കിയാണ് ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ അതിനൊന്നും ഉത്തരവാദിത്വം എനിക്കില്ല. ഇതൊന്നും ഒരു ഓണത്തിൻ്റെ പരിപാടിയിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം നമുക്ക് നോക്കി അറിയാൻ പറ്റും ഒരു അസൂയയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ അവർ പറയുണ്ടായി 2 മണിക്കൂർ 40 മിനിറ്റിൻ്റെ സിനിമ 5 ലക്ഷം രൂപയ്ക്ക് ആർക്കും ചെയ്യാമെന്ന്. അപ്പം ഞാൻ അവരോട് കൂടുതലായി എന്നെ പ്രകോപിപ്പിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിലെ ഒരാളോട്, നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് പുറത്തുനിന്ന് ഉറപ്പുണ്ട് 5 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്ററി എടുത്ത് കാണിക്കുക, എന്നിട്ട് അതിനുശേഷമല്ലേ സിനിമ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ആ പരിപാടി കണ്ട ആളുകൾക്ക് മനസ്സിലാവും അവരുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത്. കാരണം 30 കൊല്ലം മുമ്പ് പാടിയ പാട്ട് ഒരുത്തം പാടുന്നു. അപ്പോൾ അയാളുടെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞു, ഇയാൾ 30 കൊല്ലമായി ഈ പാട്ട് തന്നെയാണ് എല്ലാ സദസ്സിലും പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആങ്കർ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ അതല്ലാത്തൊരു പാട്ട് പാടും. അപ്പോൾ അദ്ദേഹത്തിന് അതറിയില്ല. അതേപോലെ തന്നെ അവരെ അനുകരിച്ച ഒരു നടനെ അവർ അനുകരിച്ചു. അവരോട് അതേപോലത്തെ വേറൊരു ഡയലോഗ് പറയാൻ പറയുമ്പോൾ അവർക്ക് പറയാൻ അറിയില്ല. അപ്പോൾ മിമിക്രിക്കാർ മാത്രമാണ് കലാകാരന്മാർ എന്ന് പറയുന്നത് ശരിയല്ല. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് 30 കൊല്ലം കൊണ്ട് ഞങ്ങൾ നേടി എന്ന് പറയുമ്പോൾ ഇവരെന്ത് നേടിയെന്നും കൂടെ കേരളത്തിലെ ജനങ്ങളൊന്ന് ആലോചിക്കണം. കാരണം നമ്മൾ ജയൻ എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം മലയാള സിനിമയിൽ ആദ്യത്തെ ആക്ഷൻ ഹീറോ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെങ്കിലും കണ്ട ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹം എവിടെയും കോമഡിയനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതേസമയം പലപ്പോഴും ഒരു വിഭാഗം മിമിക്രിക്കാർ അദ്ദേഹത്തെ ഒരു പക്ക കോമഡിയനാക്കിക്കൊണ്ടാണ് എല്ലായിടത്തും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ അവർ എല്ലാ മിമിക്രിയിലും ഈ ജയൻ എന്ന് പറയുന്ന നടൻ ഒരു കോമഡിയനാണോ എന്നുള്ള രീതിയിൽ മോശമാക്കിയിട്ട് അദ്ദേഹത്തെ വളരെ മോശമാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിമിക്രിക്കാരെന്ന് പറയുന്ന ആരെയും കളിയാക്കാനും ആരെയും പരിഹസിക്കാനും ഉള്ള ഒരു ലൈസൻസാണ് മിമിക്രിപ്പണി എന്ന് ധാരണ ചിലർക്കുണ്ട്, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം മിമിക്രിക്കാർക്കുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാൻ പറ്റും, നമ്മുടെ രാഷ്ട്രീയത്തിലായാലും അതേപോലെ തന്നെ സിനിമയിലായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന പല നടന്മാരെയും വളരെ മോശമാക്കിക്കൊണ്ടും വളരെ വികൃതമാക്കിക്കൊണ്ടും വളരെ കോമഡിയാക്കിക്കൊണ്ടും ചെയ്യുന്ന ഒരു സംഭവമാണുള്ളത്. അതിൽ പലരും പെട്ടുപോകുന്നു, പലരും ഇരകളാകുന്നു. അപ്പോൾ ഇത് പലപ്പോഴും ജനങ്ങൾ വളരെ സഹിച്ച് ജീവിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇനി മുതൽ ആളുകളും ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ആരെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ വളരെ മോശമാക്കി ആരായാലും, സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല, ഒരാളെയും പരിധി വിട്ട് കളിയാക്കരുത് എന്ന രീതിയിൽ പറയണം. മാത്രമല്ല മിമിക്രി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പരിഹസിക്കാനും ഇതിനുള്ളൊരു കളിയാക്കാനും ഉള്ള ഒരു ലൈസൻസ് അല്ല എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ 50 പേർ ചേർന്ന് ഒരാളെ വിമർശിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും ഒരു ഹീറോയിസം അല്ല. ആശയം കൊണ്ടാണ് നേരിടേണ്ടത്. അവർക്കിപ്പോൾ എന്നോടുള്ള ഇത്, ഞാനിപ്പോൾ 5 ലക്ഷത്തിന് പടം എടുക്കുന്ന എല്ലാവർക്കും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളതാണ് ദേഷ്യമാണെങ്കിൽ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്. അല്ലാതെ നമ്മൾ ഈ രീതിയിലുള്ളത് വളരെ മോശമായി പോകുമെന്ന് ഞാൻ പറയും. സാർ, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മുൻകൂട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലിപ്പോൾ ടോട്ടൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ എന്താ നടക്കുന്നത്? ഓരോ ചാനൽ ചർച്ചകൾക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും, മിമിക്രിക്കാർക്ക് ഉച്ചഭക്ഷണം കിട്ടും, ചാനലുകാർക്ക് കുറേ പരസ്യം കിട്ടും, ഇത്രയും കിട്ടും. കാണുന്നവർക്ക് എന്താ കിട്ടുക എന്നുള്ള അവരാണ് പറയേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്, അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങളെ ചോദ്യത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതുപോലെ മിമിക്രിക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു പോകുന്നു എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന് വിചാരിക്കുക. ടേക്ക് ആൻ എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഒരു റോട്ടിൽ കൂടെ പോകുന്നു, റോട്ടിൽ ഒരുപാട് കുഴികളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഓട്ടോ ഓടിച്ച് വൈകുന്നേരം എത്തിയാൽ നിങ്ങളുടെ കൂട്ടുകാരുടെ എന്ന് പറയും, ഒന്നും പറയണ്ട, ആ റോഡ് നിറച്ച് കുഴിയായിരുന്നു, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് ഒഴിവാക്കുമോ? നിങ്ങൾ പിറ്റേ ദിവസം അതേ കുണ്ടുകൂടിയും കുഴിക്കൂടെ തന്നെയാണ് പോകുന്നത്. കാരണം അത് നിങ്ങളുടെ ജോലിയാണ്, ഇതെൻ്റെ പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മിമിക്രിക്കാരുടെ കാര്യം എനിക്കല്ല, എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഇതൊരു പണിയാണ്. എനിക്ക് അതിലൂടെ എൻ്റെ സിനിമയെ മാർക്കറ്റ് ചെയ്യാം. 5 പൈസേൻ്റെ ചിലവില്ലാത്ത രീതിയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കടന്നു കിട്ടും. അതാണ് എൻ്റെ ഒരു ആംഗിൾ. അതേസമയം മിമിക്രി, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മിമിക്രിക്കാരുമായിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞ് ഒഴിവാക്കാം. കാരണം നാട്ടുകാരെന്ന് പറഞ്ഞാൽ കേരള ജനത എന്ന് പറഞ്ഞാൽ മിമിക്രിക്കാരില്ലല്ലോ. അപ്പോൾ മിമിക്രിക്കാരല്ലാതെ വരുന്ന എല്ലാ പരിപാടികളും നന്നാവാറുണ്ട്. അതുകൂടെ നോട്ട് ചെയ്യണം. അവർക്ക് നമ്മളെ കാണാനുള്ള ഒരു അവസരമാണ്, അവർക്ക് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് തീരുമാനം എടുത്തത്, ഇനി കഴിയുന്ന മിമിക്രിക്കാർ വേണ്ടാന്ന്. പക്ഷേ ഈ പരിപാടി മിമിക്രിക്കാരാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല, എങ്കിൽ ഞാൻ കഴിയുന്ന അബദ്ധത്തിൽ പോലും പങ്കെടുക്കില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഞാൻ ഈ വിഷയത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കും. മിമിക്രിക്കാരായിട്ടുള്ള പരിപാടികളാണ് ഒഴിവാക്കും. കാരണം കൂടുതലും എല്ലാവരും ഒരുപോലെയല്ല, പക്ഷേ ചില ആളുകളാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതിൽ തന്നെ വന്ന എൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ കുറേ പെൺകുട്ടികളെല്ലാം ഓടി വന്ന് ഡാൻസ് ചെയ്യുന്ന സംഭവമൊക്കെ നമ്മളതിൽ കണ്ടു. അപ്പോൾ എല്ലാവരും നമുക്ക് എതിരല്ല. ഇതിൽ ഈ 30-40 വർഷമായെന്ന് പറഞ്ഞാൽ അസൂയ വെച്ചു പുലർത്തുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. അവരുടെ മനസ്സാണ് മാറ്റേണ്ടത്. കാരണം മൊത്തം മിമിക്രിക്കാർ അങ്ങനെ അല്ല. പക്ഷേ ഇവർ കാരണം മറ്റുള്ളവർക്ക്, നല്ല മിമിക്രിക്കാർക്ക് കൂടെ ഇവർ അപമാനമായി മാറുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പങ്കെടുക്കേണ്ടി വരുന്നത്, ഒന്ന് അവിടുന്ന് കുറച്ച് പൈസ കിട്ടുന്നു, രണ്ടാമത് എനിക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒരു മാർക്കറ്റിംഗ് കിട്ടുന്നു എന്നെല്ലാം കരുതിയിട്ടാണ്. എന്തായാലും ആളുകളുടെ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു, ഒന്നും കൂടെ ശ്രദ്ധിച്ച് മറ്റുള്ള പരിപാടി പങ്കെടുക്കുള്ളൂ എന്ന് എനിക്ക് കരുതാൻ പറ്റും. ഒരേ മനസ്സുള്ള എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരേ മനസ്സുള്ള എന്ന് ഉദ്ദേശിക്കാൻ ചിലപ്പോൾ മിമിക്രിക്കാർ 30-40 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ കുറിച്ചായിരിക്കാൻ പറയുന്നത്. അത് ഒരേ മനസ്സാണ്. കാരണം 30 വർഷമായിട്ട് ഒന്നും എത്തിയില്ല എന്നുള്ള അവരുടെ നിരാശ അവർ പറയുന്നതിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ പറയുന്നതിലുണ്ട്. പക്ഷേ ഒരു ഗുണം കിട്ടി. 30 വർഷം കൊണ്ട് നേടാത്ത 30 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ കിട്ടി. ഞാൻ പറയുന്നത്, അവരുടെ ഒരു ആക്രമം ഒരു വളരെ പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. ഞാൻ പറയുന്നത്, ഇപ്പോൾ പന്നികളായാലും കഴുതകളായാലും ആനകളായാലും ഒന്നിനെ ആക്രമിക്കുമ്പോൾ അവർ കൂട്ടമായി വന്ന് ആക്രമിക്കാൻ നോക്കും. സിംഹം ഒറ്റയ്ക്ക് നിന്ന് വന്നാൽ മതി, അപ്പം തന്നെ ഇവരൊക്കെ പേടിച്ചോളൂ. ഇത്രയും നടന്നുള്ളൂ. അവർ കൂട്ടമായി വന്നു, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇളിമ്പിയരായി തിരിച്ചുപോയി, അത്രയേ ഉള്ളൂ. പിന്നെ ഒരേ ഇതിലിങ്ങനെ ഐഡിയ എനിക്കില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. കാരണം ഒരു ഓണത്തിൻ്റെ പരിപാടിയായിരുന്നു അത്. അദ്ദേഹം മനസ്സ് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാക്കി മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരേ മനസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടിയെന്നല്ല, ഒരേ മനസ്സുകാർ സന്തോഷ് പണ്ഡിനിട്ട് പണിതു എന്നാണ് പറയുന്നത്. അതിൽ അദ്ദേഹം ഒരു സൈലൻ്റായി, എല്ലാം ഒരു കാണിയായി, നാട്ടുകാർക്ക് അത് കാണിച്ചു കൊടുത്തു എന്നാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ കറക്റ്റായി, പരിപാടി ഹിറ്റാവുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റാണ്. പക്ഷേ ഇത് വരുമ്പോൾ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ അതൊരു ആളുകൾക്കിടയിലുള്ളൊരു ഇമേജിനെ അത് ബാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോർജ് പുറത്തിറങ്ങി നടക്കുന്നുണ്ടോന്ന് കൂടെ. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് ജോർജിനോട് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരെ എന്തുകൊണ്ട് ജോർജ് വട്ടപൂജ്യമായി ജീവിക്കുന്നു, ഇതുവരെ ജോർജിനെ കുറിച്ച് കേരള ജനത അറിയുക പോലും ചെയ്യാതെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം. നമുക്ക് നമ്മളതായ ഒരു കഴിവ് വേണം. അവിടെയാണ് ഇവരുടെയൊക്കെ പരാജയം. അവരുടെ ആ ചോദ്യം, അവർ പറയുന്ന വാക്കുകളിൽ തന്നെ സ്പഷ്ടമാണ്. ഞങ്ങൾ ഇത്രയും കൊല്ലം മറ്റുള്ളവരെ അനുകരിച്ചു, അതിലൂടെ ഇവരെ അല്ല അറിയും. ഇനി മുതലെങ്കിലും അവനവൻ്റെ വല്ല കഴിവുണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നല്ല നിലവാരമുള്ള സ്കിറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകൾ ഓർക്കും. ഇത് വെറും തറയും കൂതറയുമായ സ്കിറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളെ ആരും ഓർക്കുന്നില്ല ഭായി. അതാണ് ഇതിലെ പ്രശ്നം. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നല്ല കുറച്ച് കഴിവുള്ള, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വല്ല സാധനങ്ങളൊക്കെ ചെയ്യൂ. സ്വന്തമായിട്ടുള്ള വല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടാമെന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഉപദേശിക്കാനുള്ളത്. എല്ലാ പാട്ടെന്നോ എല്ലാ സിനിമ എന്നോ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ചില പാട്ടുകൾക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത്, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ലോകത്ത് എല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് നല്ലതായാലും ചീത്തയായാലും ഒരാൾ പറഞ്ഞ് കേൾക്കാനുള്ള മനസ്സ് വേണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞാനിപ്പോഴും എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാറുണ്ട്. ഇനിയുള്ള ഇല്ലാത്തവർക്ക് എഴുതിയെടുക്കാം. 99-477-25-911 എൻ്റെ നമ്പർ. 9947725911 ആണ്. നിങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. എൻ്റെ ഇമെയിൽ carnival5555@gmail.com ആണ്. CARNAVAL carnival 5555@gmail.com ആണ്. എൻ്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളായാലും അറിയിക്കാം. പിന്നെ നമ്മളെപ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി കൾച്ചേർഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് മറുപടികളുണ്ടാവും. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, മലയാള സിനിമയിലെ ഒരു നടനും
ഒരു സംവിധായകൻ ഇതേവരെ അവനവൻ്റെ നമ്പർ കൊടുക്കുന്നതായിട്ട് കാണാറില്ല. ഞാനത് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ പാട്ടുകളായാലും എൻ്റെ ഇൻ്റർവ്യൂ ആയാലും എൻ്റെ സിനിമയായാലും കണ്ട അഭിപ്രായം പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. അത് നമ്മുടെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾക്കറിയാൻ പറ്റും ക്രിറ്റിസിസം 2 തരത്തിലാണ്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഒന്ന് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നാവണം എന്നുള്ള രീതിയിലുള്ള വിമർശനത്തെയാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുക. ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരാളെ നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ടേക്ക് ആൻ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു മദ്യം കഴിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ മദ്യം കഴിക്കാത്ത ഒരാളോട് നമ്മൾ ഉപദേശിക്കുകയാണ്. ഈ മദ്യം കഴിക്കാത്തവനൊന്നും ഒരാണല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഇത് ഡിസ്ട്രക്റ്റീവാണ്. ഇവൻ എങ്ങനെയൊക്കെ മദ്യം കഴിച്ച് നശിക്കട്ടെ എന്നുള്ളതാണ് ആ വിമർശനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതേസമയം മദ്യം കഴിക്കുന്ന ഒരാളെ നമ്മൾ ഉപദേശിക്കുന്നത്, എടാ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൂടെ, ആ പൈസ കൂടെ ഭാര്യയ്ക്കും മക്കളും കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ഒരു കൺസ്ട്രക്റ്റീവ് വിമർശനമാണ്. അയാൾ എങ്ങനെ എടുത്താലും തിരക്കിയിട്ടില്ല. അതുപോലെ കൺസ്ട്രക്റ്റീവ് വിമർശനങ്ങളെയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിമർശിച്ചോളൂ, അത് കൺസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ എനിക്കും ചെറിയ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവരോട് പറഞ്ഞിരുന്നു കുറച്ച് ഓവറായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം, ഈ കേരളത്തെ ജനങ്ങൾക്ക് ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് അതിന് മറുപടിയില്ല. കേരളത്തെ ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഈ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചാനലുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കേരളത്തെ ജനങ്ങൾക്ക് അതായത് ഇതൊരു തെറ്റായ ഒരു ധാരണയാണ്. ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ വരുന്ന ആളുകളെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നേടുക, അല്ലെങ്കിൽ അവരെ കരയിപ്പിക്കാം. ഇതൊന്നും ആർക്കാരോടും ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല ചാനലുകാർ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെയാണ് കേരളത്തിന് വേണ്ടതെന്നുള്ളൊരു ധാരണയാണ്. ഇത് തെറ്റാണെന്ന് ജനങ്ങൾ തിരുത്തണം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇൻഫോർമേറ്റീവായിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതേസമയം ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്ന ഗ്രേറ്റ് സപ്പോർട്ടിന് വളരെ വലിയ നന്ദി ഞാൻ പറയുന്നു. ഇത് നമ്മൾ പരിധി കടക്കാതെ നോക്കണം. തീർച്ചയായിട്ടും അവർക്ക് മിമിക്രിക്കാർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവർക്ക് ഇനിയെങ്കിലും കൂടുതൽ വെറും അനുകരണം മാത്രമാണ് കല എന്നതിൽ നിന്നും അനുകരണം ഒരു കലയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മറ്റുള്ളവരെ പോലെ മാത്രമാണ് തങ്ങളെന്നും മറ്റുള്ളവരെ പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ളതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടണം. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള മിമിക്രിക്കാർ നിങ്ങളടുത്ത് വന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും പരിപാടികൾ അവർ പരിധി വിട്ട് ഏതെങ്കിലും ഒരാളെ കളിയാക്കുകയാണെങ്കിൽ മാത്രം അവരെ ഒന്ന് ഉപദേശിക്കണം. ചേട്ടന്മാരെ ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നടന്മാരെ പരിധി വിട്ട് കളിയാക്കരുത് എന്ന് അവരെ സ്നേഹപൂർവ്വം ഉപദേശിക്കണമെന്ന് കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, തമിഴ്നാട്ടിലൊരു സൂപ്പർ സ്റ്റാർ അവിടുത്തെ മിമിക്രി അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചപ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ആരെങ്കിലുമൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മിമിക്രിക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് നിങ്ങൾ അവരെ ഈ ഒരു സത്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പുതിയ സിനിമ നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി IPS ആണ്. ഇതിൻ്റെ വർക്ക് ശരിക്കും തുടങ്ങിയിട്ട് 2 ഇയേഴ്സോളായി. പിന്നെ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചാനൽ ഡിസ്കഷൻസും പിന്നെ ഒരുപാട് ഇനോഗ്രേഷൻസ് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ വേണം നമ്മുടെ സിനിമ ചെയ്യാൻ. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട്. തീർച്ചയായിട്ടും നവംബറിലെങ്കിലും റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഞാൻ ഈ ഓണത്തിനൊക്കെ വിചാരിച്ച സിനിമയായിരുന്നു. എൻ്റെ കുറച്ച് സുഖമില്ലാതെ തുടർച്ചയായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കിടിലൻ ഫിലിമായിരിക്കും. മംഗളമായിരിക്കും. ഞാൻ എഴുതിയ നോവലായിരുന്നു നീലിമ നല്ല കുട്ടിയാണ്. ഡബിൾ റോളാണ് വരുന്നത്, ഒന്ന് നായകനായിട്ടും ഒന്ന് വില്ലനായിട്ടും വരുന്നു. നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. യൂട്യൂബിൽ ഇതിലെ പാട്ടുകളും ട്രെയിലറും ഉണ്ട്. തീർച്ചയായിട്ടും കാണുക. അത് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും എന്നെ അറിയിക്കുക. നന്ദി, നമസ്കാരം.